ഹലോ, അപ്പോൾ നമുക്കൊരു ഉന്നക്കായ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു 3 നേന്ത്രപ്പഴം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇഡ്ഡലി കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു അരമുറി തേങ്ങയും ചിരവി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരെ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ എന്നിട്ട് നന്നായിട്ട് തന്നെ അതിനോടൊപ്പം തന്നെ മിക്സ് ചെയ്തിട്ട് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതാ 2 ടീസ്പൂണോളം പഞ്ചസാരയും അതേപോലെ തന്നെ ഏലക്ക ചതച്ചത് ഒരു 3 ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഫ്ലേവറിനനുസരിച്ചിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നന്നായിട്ട് തന്നെ അത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന നേരം കൊണ്ട് നമ്മുടെ നേന്ത്രപ്പഴം അവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കറുത്ത സംഭവം എടുത്ത് മാറ്റണം കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തിട്ട് അത് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് കട്ടയില്ലാതെ ഉടച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിതാ ഗ്ലാസും സ്പൂണൊക്കെ വെച്ചിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പച്ചാൽ അത് വെച്ചിട്ട് ഉടച്ച് കൊടുത്താൽ കേട്ടോ. എന്നിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് തൂവിയിട്ട് ഇതേപോലെ കുഴച്ചെടുക്കാം കേട്ടോ. കുഴച്ചെടുത്ത് നമുക്കിതാ പത്തിരി പരത്തണ പോലെ കയ്യിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്കിതേ തേങ്ങ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ഫില്ലിങ്സ് ഇല്ലേ അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഉന്നക്കായുടെ ഷേപ്പിലാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ ഉന്നക്കായുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിതൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണയോ ഓയിലോ ചേർത്ത് കൊടുക്കട്ടെ, നമ്മുടെ ഉന്നക്കായ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ ഞാനിത് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉന്നക്കായ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഉന്നക്കായ നമുക്ക് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ ഈ ഉന്നക്കായ. അപ്പോൾ എന്തായാലും ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരം തന്നെയാണ്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.